അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ഇതാരായിരിക്കും? പേടിക്കണ്ട, ഇത് അമ്മയാണ്. അമ്മയോ? നിങ്ങളെന്താ ഇരുട്ടത്തിരിക്കുന്നേ? ജോണെ, ആ വിളക്കെല്ലാം തെളിച്ചേ. മക്കളെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? പീറ്ററെ, നീ ഇങ്ങനെ തളർന്നു പോയാൽ എന്ത് ചെയ്യും? നീയല്ലേ ഇവരെ ശക്തിപ്പെടുത്തേണ്ടത്. ഞാൻ തോറ്റുപോയമ്മേ. മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ തള്ളിപ്പറയില്ല. എന്ത് അഹങ്കാരത്തോടെയാണ് ഞാനത് പറഞ്ഞത്. എന്നിട്ടൊരു വേലക്കാര പെണ്ണിന്റെ മുമ്പിൽ ഞാൻ വീണുപോയമ്മേ. ആരാടോ വീഴാതെ? ഈശോ എന്തിനാ ധൂർത്തപുത്രന്റെ കഥ പറഞ്ഞേ? നീ എന്തൊക്കെ ചെയ്താലും സാരമില്ല, വീട്ടിലേക്ക് തിരിച്ചു വാ എന്ന് പറയാനല്ലേ. തന്നെ പാറയെന്ന ഈശോ വിളിച്ച്. ഇങ്ങനെ പതറല്ലേ. ഈശോ ജനിച്ചപ്പോ അവനെ കാണാൻ 3 ജ്ഞാനികൾ വന്നിരുന്നു. അവരിൽ ഒരാൾ കൊണ്ടുവന്ന സമ്മാനം എന്താണെന്നറിയോ? മീറ. ഒരു കുഞ്ഞിന്റെ പിള്ളക്കച്ചയിൽ ആരെങ്കിലും മീറ ഇടോ? അത് ശവക്കച്ചയിൽ പൊതിയാനുള്ളതല്ലേ. ജനിച്ചപ്പോ തന്നെ മരണത്തിന്റെ സമ്മാനം കിട്ടിയവനാ എന്റെ മോൻ. കുരിശവന്റെ കൂടപ്പിറപ്പാടോ? അത് നിങ്ങളുടെ ആരുടെയും തെറ്റല്ല, ദൈവത്തിന്റെ ശരിയാണ്. എന്നാലും ഈശോ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചു കളഞ്ഞു. പലതവണ ഈശോ പറഞ്ഞതായിരുന്നു അറസ്റ്റും പീഡനവും ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ മരണം, അവനില്ലാത്ത ഭൂമിയിൽ ഞങ്ങൾ എന്തിനാ? എല്ലാം തീർന്നില്ലേ? ഈ സംഭവം ഇതിനു മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈശോയ്ക്ക് അന്ന് 12 വയസ്സ്. ജെറുസലേം ദേവാലയത്തിലേക്കൊരു യാത്ര നടത്തി. അന്ന് ജോസഫുണ്ട്. കസിൻസും അയൽവാസികളും ഒക്കെ ചേർന്ന് വലിയൊരു സംഘം. ദേവാലയത്തിൽ ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ദേവാലയത്തിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ വഴിയാണല്ലോ. തിരിച്ചു വരുമ്പോ 2 വഴിക്കാ വന്നത്. പൊതുവഴിയിലെത്തിയപ്പോഴാ മനസ്സിലായേ, ഈശോയെ കാണാനില്ല. പിന്നെ നെഞ്ചി പിടഞ്ഞൊരു ഓട്ടമാണ്. അപ്പനും ഞാനും കൂടി തിന്നു തീർത്ത തീക്ക് കണക്കില്ല. 3-ാമത്തെ ദിവസം അവനെ കണ്ടുകിട്ടി. അവന് ഞാൻ നന്നായി വഴക്ക് പറഞ്ഞു. അന്ന് അവൻ തന്നൊരു പ്രോമിസ് ഉണ്ട്, ഇനി ഞങ്ങളെ വിട്ടു പോവില്ലെന്ന്. മക്കളെ, എന്റെ മോന് 3 ദിവസത്തിൽ കൂടുതൽ മാറി നിൽക്കാൻ പറ്റില്ല. അവൻ തിരിച്ചു വരും. ഒന്നും തീർന്നിട്ടില്ല.